ആര്യന്റെ ഗെയിമും ജിസൈലിന്റെ ഗെയിമും ഒക്കെ എന്ത് തോന്നുന്നു? അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നെ എപ്പോഴേലും പറയാം. കാരണം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ വെളി കാണുന്ന പലതും പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളകത്തുനിന്ന് പുറത്തുനിന്ന് കണ്ടിട്ടാണല്ലോ അകത്ത് പോയത്. ഇപ്പൊ ജിസൈലിന്റെ ആര്യന്റെ ഒരു ആക്ട് പോലും നിങ്ങൾ കണ്ട് അനുമോളെല്ലാവരും ഒറ്റപ്പെടുത്തി. ആ ഒരു സ്ട്രാറ്റജിനെ കുറിച്ച് എന്താ പറയുന്നത്? അതിന്റെ സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. കാരണം അതെനിക്കിപ്പം ഇങ്ങനെ പറയാൻ പറ്റില്ല. ഒരു വാക്കിൽ പറയാം. ഒരു വാക്കിൽ പറയാന്ന് വെച്ചാൽ നിങ്ങൾ ലൈവില് കാണുന്നത് ഒന്നുമല്ല, അതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ? ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ്. ഡെഫിനറ്റ്ലി കുറെ കോണ്ടന്റുകൾ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വെളി വന്ന് നോക്കുന്ന സമയത്ത് ഞാൻ പലതും ഓഡിഷൻ ഉണ്ട്. ഞാൻ ആദ്യം കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു അനുമോളുമായിട്ട് സംസാരിക്കുന്ന പോർഷൻ മാത്രമേ വെളി വന്നിട്ടുള്ളൂ. അതൊരു ലവ് ട്രാക്ക് എന്നുള്ള രീതിയിലാണ് പുറത്ത് വന്നേക്കുന്നത്. പക്ഷെ അത് ലവ് ട്രാക്ക് ഒന്നും അല്ല. ഞങ്ങൾ എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ്. ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ എഡിക്റ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ കെട്ടിപ്പിടിച്ച് കറങ്ങുന്നതും ഭയങ്കര എനിക്ക് വിഷമം വന്നത്. ഈ അനുമോള് എല്ലാവരും ഇറങ്ങി പോകുന്ന ഇതുപോലത്തെ ഒരു കരച്ചിൽക്കാരി പരിപാടി ചെയ്യുന്നുണ്ട്. അതിനിപ്പോ അതിന്റെ ഒരു ഡ്രാമ കാണിക്കുന്ന ഡ്രാമയായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം അനുമോൾ ഒരു ജെനുവനായിട്ട് അവിടെ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അനുമോളെ ഞാൻ വെനമോൾ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വിഷം ചീറ്റി വെച്ചിരും. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു നല്ല ഫ്രണ്ടായിട്ട്